നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകം CMS LP വിദ്യാലയത്തിലെ 125ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിള്ളശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ ചെയർമാൻ TS അനന്തരാമൻ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹർബട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് യുവാവ് മുങ്ങി മരിച്ചു. കൂക്കപ്പറമ്പിൽ പുഷ്പാങ്കദൻ മകൻ 43-കാരനായ അനൂപാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഊരകം CMS LP വിദ്യാലയത്തിലെ 125ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞൊരു യോഗം നമ്മൾ ചെറിയ രൂപത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു രൂപരേഖയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ ഒരു പിക്ചർ ഇന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ 125ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 125 ഇനം പരിപാടികൾ വേണമെന്നല്ല അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു പോയാലും അതിൻ്റെ പ്രാധാന്യം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് അതെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഓരോ മാസം ഓരോ പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോ പേരുകളുണ്ട്. വലിയ പേരില്ല, ചെറിയ പേര് നടത്താനുള്ളതായിരിക്കണം. പേരൊക്കെ ഇട്ടുകൊണ്ട് നല്ല പരിപാടികൾ ഓരോ മാസം നടത്താനായിട്ട് അത് ഈ പരിപാടിയുടെ മുന്നോടിയായ ഒരു വിളംബര ജാഥയും ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ 125ാം വാർഷികം അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്. ലോക്കൽ മാനേജർ ഫാദർ ബിജീഷ് പുളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CMS സ്കൂളാണ് ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ആസ്ഥാനമാക്കിയുള്ള മിഷൻ സംഘടനയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. അവിടുത്തെ മിഷണറിമാരാണ് കോട്ടയം മുതൽ തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ അവർ പ്രവർത്തിക്കുകയും കുന്നംകുളവും തൃശ്ശൂരും കൊടുങ്ങല്ലൂരും ഒക്കെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. അതിനിടയിൽ വരുന്നൊരു സ്ഥലമാണ് ഈ ഊരകം എന്ന് പറയുന്നത്. 124 വർഷം മുമ്പുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് പ്രായമുള്ള ആളുകളുടെ അറിയാം. അവരുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അത്രയും പ്രായമുള്ളതൊന്നും കൂടി ഉണ്ടാവില്ല എങ്കിൽ പോലും അവർക്കറിയാം അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അറിയാമായിരിക്കും ഞാൻ കരുതുന്നു. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും ആദ്യമുള്ള ഒരു സ്കൂളാണ് ഇത്. പല കാരണങ്ങൾ കൊണ്ട് ഇത് വലിയ തലത്തിലേക്ക് പോയിട്ടില്ല എങ്കിലും തുടങ്ങിയ പ്രദർശനം അത് നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ C വർഗീസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM സുരേഷ്, വാർഡ് മെമ്പർമാരായ വിദ്യ രമേശ്, പ്രജിത്ത്, അക്ഷരശ്രീ ബാലനസഖ്യ രക്ഷാധികാരി പ്രമോദ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്കായി OSA പ്രതിനിധികൾ, PTA, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പെരുമ്പിള്ളശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ ചെയർമാൻ TS അനന്തരാമൻ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് താളവാദ്യ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു. ക്ഷേത്ര സെക്രട്ടറി TN ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ M രാമചന്ദ്രൻ, കണ്ണാത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സുബിൻ കുമാർ, പ്രവീൺ അഞ്ചേരി, KS രാമദാസ് എന്നിവർ
പരിപാടികൾക്ക് നേതൃത്വം നൽകി. പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങൾ. അതിലെന്താണ് വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹിമയായി 7 ദിവസം ഭാഗവതം കേൾക്കുന്നതിലൂടെ ശ്രോതാക്കൾക്ക് ഏത് തരത്തിലുള്ളതായ ജീവിത പരിവർത്തനങ്ങളാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 6 അധ്യായങ്ങളിൽ വരുന്ന കഥകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ദാർശനികമായിരിക്കുന്ന ഭാഗവത സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ മനനം ചെയ്യാനുള്ള ഒരു സമയമാണിപ്പോൾ. ഹെർബർട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് യുവാവ് മുങ്ങിമരിച്ചു. കൂക്കപ്പറമ്പിൽ പുഷ്പാങ്കദൻ മകൻ 43-കാരനായ അനൂപാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. തുടർന്ന് ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് കനാലിൽ നിന്ന് പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി റവറൻഡ് ഫാദർ സിബു കല്ലംപറമ്പിൽ മുഖ്യ കാർമ്മികനായി. റവറൻഡ് ഫാദർ ബാസ്റ്റിൻ പുന്നൂലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി സെബാസ്റ്റ്യൻ വെട്ടത്ത് സഹകാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ആകാശവിസ്മയം എന്നിവ നടന്നു. ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്നേഹതീരം പാർക്കിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ വാട്ടർ കിയോസ്ക് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്നേഹതീരം പാർക്കിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ, സ്നേഹതീരം മാനേജർ AT നേന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KR സീത, EPK സുഭാഷിതൻ, കൈതക്കൽ ക്ഷീരസംഘ സെക്രട്ടറി ജ്യോതി, സ്നേഹതീരം ജീവനക്കാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഈ സ്നേഹതീരം നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് മറ്റുള്ള പാർട്ടികൾക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നമ്മൾ സ്നേഹതീരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടത്. ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ചില ചർച്ചകൾ ഉയർന്ന് നമുക്ക് വിഷമം തോന്നുന്നതാണ്. ഇവിടെ നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള പുതിയ വികസനം വേണമെന്നാണ് ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ താല്പര്യം. നമുക്ക് നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ടുള്ള അവരുടെ ജീവിതത്തിൽ മാതൃകപരമായ മാറ്റങ്ങളോട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ സ്നേഹതീരത്ത് നടപ്പാക്കണം നമ്മൾ ആലോചിച്ചത്. അത് പ്രകാരം പല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി കൂടി ആലോചിച്ച് ചില വികസനങ്ങൾ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം എന്ന നിലയിൽ ഇവിടെ വരുമ്പോൾ ശുദ്ധജലം കിട്ടണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് കിട്ടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതില്ലാതെ നമുക്ക് ശുദ്ധജലം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പദ്ധതിയാണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഞാൻ സ്നേഹതീരത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിലെ എല്ലാ പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഈ പറയുന്ന കുടിവെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഏറ്റവും മുൻഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ സർക്കാർ പറഞ്ഞ കോളനി എന്ന് മാറ്റി നഗർ ആയി വന്നുകൊണ്ട് എല്ലായിടത്തും കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ ഈ ബഡ്ജറ്റിൽ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ അതും നമ്മുടെ സ്നേഹതീരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവരുടെ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി തീരദേശത്ത് എത്തിച്ചേരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്നേഹതീരം. സ്നേഹതീരത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒരു വാട്ടർ കിയോസ്ക് ആണ്. എന്നിരുന്നാൽ പോലും ഇവിടെ സ്നേഹതീരത്തെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 52 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് തളിക്കുളത്തെ ഈ സ്നേഹതീരത്തെ ലൈറ്റിംഗ് സിസ്റ്റം മൊത്തത്തിലുള്ള ഇലക്ട്രിക് സിസ്റ്റം മൊത്തം മാറ്റി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പകുതി വർക്കുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ
നമുക്കറിയാം സ്നേഹതീരത്തെ പോലെയുള്ളൊരു ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ എന്ത് വെച്ച് കഴിഞ്ഞാലും തുരുമ്പ് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും മാറ്റങ്ങളും അതാത് സമയങ്ങൾക്ക് നടത്തേണ്ടി വരും. ഏകദേശം 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹതീരം പാർക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടെ പുതുക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MLA ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ തളിക്കുളം സ്നേഹതീരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മതിക്കുന്ന വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. തുടർന്ന് ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളച്ചു. രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് പെട്ടെന്നു തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ കൊണ്ടുപോയി. പിന്നീട് 4 ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിപ്പ് നടത്തി. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ചുകയറി യുവാവിന് ദാരുണാന്ത്യം. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 27 വയസ്സുള്ള എബിനാണ് മരിച്ചത്. മണലി സ്വദേശികളായ 22 വയസ്സുള്ള വിമൽ, 22 വയസ്സുള്ള ഡിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30ഓടെയാണ് മണലി തണ്ടിലം റോഡിൽ അപകടമുണ്ടായത്. പരിക്കേറ്റ വിമലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഡിബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന എബിന്റെ മൃതദേഹം സംസ്കരിക്കും. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ പകൽ കാട്ടാന ഇറങ്ങുന്നതിനെ തുടർന്ന് ജനം ഭീതിയിൽ. കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ അതിർത്തിയായ വെട്ടിക്കുഴിയിൽ രാവിലെ കാട്ടാന ഇറങ്ങിയത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വാഗപറമ്പൻ ജേക്കബിന്റെ വീട്ടുപറമ്പിലൂടെ വന്ന കാട്ടാന റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള തട്ടിൽ റോസിയുടെ മതിൽ ഗേറ്റ് തകർത്ത് പറമ്പിൽ കയറി പുല്ല് പറിച്ചെടുത്ത ശേഷം തിരിച്ചിറങ്ങി ചൂളക്കടവ് റോഡിലേക്ക് കയറി. ഈ സമയം നാട്ടുകാരോ വാഹനങ്ങളോ സ്കൂൾ വിദ്യാർത്ഥികളോ ഒറ്റപ്പെട്ട വഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഭാഗ്യമായി. 6 മാസത്തിനുള്ളിൽ ഇത് 3ാം പ്രാവശ്യമാണ് ഇവിടെ കാട്ടാന ഇറങ്ങുന്നത്. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വനത്തിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഇവ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. കേരളത്തിന്റെ വനവിസ്തൃതിക്കനുസരിച്ച് 600 ആനകൾക്ക് സഞ്ചരിക്കാനും ഭക്ഷണത്തിനും സൗകര്യമുള്ളിടത്ത് 10 ഇരട്ടി ആനകളാണ് നിലവിലുള്ളത്. കാട്ടുപന്നിയുടെ വർധന 100 ഇരട്ടിയാണ്. വിദേശ രാജ്യങ്ങളിൽ അധികരിച്ചുണ്ടാകുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ നിയമമുണ്ടായിരിക്കെ നിയമം ഇവിടെയും കൊണ്ടുവരണമെന്നാണ് മലയോര കർഷക ജനത ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7450 രൂപ, പവന് 59,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകം CMS LP വിദ്യാലയത്തിലെ 125ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിള്ളശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ ചെയർമാൻ TS അനന്തരാമൻ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹർബർട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ് യുവാവ് മുങ്ങി മരിച്ചു. കൂക്കപ്പറമ്പിൽ പുഷ്പാങ്കദൻ മകൻ 43-കാരനായ അനൂപാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.